പ്രിയമുള്ളവരെ, ഗാന്ധിയുടെ സ്മരണ ഓരോ വർഷവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന, ഗാന്ധി മുൻപില്ലാതിരുന്ന പ്രാധാന്യത്തോടുകൂടി ഓർമ്മിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ഗാന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കൊന്നാലും കത്തിച്ചാലും ചാരമാകാതെ പോകുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പ്രസക്തി ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകും. ഇന്ന് ഇന്ത്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ മറുപുറമായിരുന്നു ഗാന്ധിയെന്ന് വളരെ വൈകിയാണെങ്കിലും കുറേ അധികം ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗാന്ധി കൂടുതൽ ആളുകൾ ഓർത്തെടുക്കുന്ന, കൂടുതൽ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന, അവരുടെ സ്വപ്നങ്ങളെ, ചിലരുടെ സ്വപ്നങ്ങളെ വേട്ടയാടുകയും മറ്റു പലരുടെ സ്വപ്നങ്ങളെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്ന ഒരു മൂർത്ത ബിംബമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധി സ്കെച്ചുകൾ എന്ന പേരിൽ വിനയചന്ദ്രൻ മാഷൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തനിയെ ഉടുവസ്ത്രം കഴുകുമ്പോൾ, തൻ്റെ ഇടത്തോടെ എൻ്റെ ഭാഷ പറയുമ്പോൾ, പുസ്തകമറിയാത്ത ദരിദ്രനാരായണന്മാർ പാഠങ്ങളിൽ ചരിത്രം എഴുതുമ്പോൾ, വർഗീയ കലാപത്തിൻ്റെ നടുവിലൂടെ തെണ്ടികളും നായ്ക്കളും നിർഭയം നീങ്ങുമ്പോൾ, ഗാന്ധിജിയുടെ വടിയുടെ നിഴൽ. ഇന്നിപ്പോൾ ഓടകൾ വൃത്തിയാക്കുന്ന തോട്ടികൾ മാത്രം ഗാന്ധിക്ക് അനുയായികൾ. ഇന്നിപ്പോൾ ഓടകൾ വൃത്തിയാക്കുന്ന തോട്ടികൾ മാത്രം ഗാന്ധിക്ക് അനുയായികൾ. ഗാന്ധിയെ തേജോവധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഗാന്ധി പ്രതിമകളും, ഗാന്ധിയെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാന്ധി പ്രതിമകളും ഉപേക്ഷിച്ച എന്തോ ഒന്ന് എൻ്റെ ഉയിരിൽ പിടയ്ക്കുന്നു. ഹിംസയുടെ നൊമ്പരങ്ങളിൽ നൊമ്പരപ്പെടുന്ന ഉണങ്ങി വരണ്ട സബർമതിക്കൊപ്പം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ഹിംസയും ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചത് മാത്രമല്ല, ഇപ്പോൾ അവസാനം ബാബറി മസ്ജിദിനെക്കുറിച്ച് വന്ന അന്തിമ വിധിയും നമ്മുടെ ഓർമ്മകളെ ഗാന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. പത്മരാജൻ്റെ കൈവരിയുടെ തെക്കേയറ്റം എന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 4ാം ക്ലാസ്സിൽ സ്വാതന്ത്ര്യസമരത്തെയും ഗാന്ധിജിയെയും ഒക്കെ കുറിച്ച് പഠിപ്പിച്ചിരുന്ന രാഘവൻ നായർ മാഷ് ഒരു ദിവസം കുട്ടികളോടൊരു ചോദ്യം അറിയുന്നു. ചോദ്യം എങ്ങനെയാണ്: ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തവും ഭൂതതയെയും ഒക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തി വിജയം വരിച്ച, ഗാന്ധിയേക്കാൾ മഹാനായ ഒരാളുടെ പേര് പറയുക. ക്ലാസ്സിലെ ഏറ്റവും മണ്ടനായ കുട്ടി മനോഹരനോടായിരുന്നു ചോദ്യം. സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മുകളിലേക്ക് നോക്കി കഴുക്കോലെണ്ണിക്കൊണ്ടോ തല ചൊറിഞ്ഞുകൊണ്ടോ നിൽക്കാറുള്ള മനോഹരൻ ചാടി എഴുന്നേറ്റ് ഒറ്റ ശ്വാസത്തിൽ മറുപടി പറഞ്ഞു: പാപ്പച്ചി. പാപ്പച്ചി എന്ന് പറയുന്ന അന്നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യനാണ്. മാഷ് മനോഹരനെ രൂക്ഷമായി നോക്കി. ക്ലാസ്സിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടിയെന്ന ഖ്യാതിയുള്ള വെങ്കിടിയോട് ആയിരുന്നു അടുത്ത ചോദ്യം: വെങ്കി പറയൂ. വെങ്കിയും ചാടി എഴുന്നേറ്റെന്ന് ഉത്തരം പറഞ്ഞു: പാപ്പച്ചി. നെക്സ്റ്റ് പാപ്പച്ചി, നെക്സ്റ്റ് പാപ്പച്ചി. ക്ലാസ്സിലെ 32 കുട്ടികളും ഒരേ സ്വരത്തിൽ പാപ്പച്ചി എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ മാഷ്ടെ കൺട്രോൾ പോയി. മാഷ് അലറി: എടാ മാക്രികളെ, അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്നിട്ട് കുട്ടികളോട് അടുത്ത ദിവസം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന 100 തവണ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടുവരാൻ മാഷ് നിർദ്ദേശം കൊടുത്തു. അന്ന് വൈകുന്നേരം പതിവ് പോലെ കുട്ടികൾ തിരിച്ചു പോകുമ്പോൾ കൈവരിയുടെ തെക്കേ അറ്റത്ത് ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാതിരിക്കുന്ന പാപ്പച്ചിയെ അവർ കണ്ടു. തങ്ങളെക്കൊണ്ട് ഇമ്പോസിഷൻ എഴുതിച്ച പാപ്പച്ചിയെ. അവർ പറഞ്ഞു: പാപ്പച്ചി അറിഞ്ഞോ, പാപ്പച്ചിയേക്കാൾ പാവത്താനായ ഒരാളുണ്ട്. അതാരാ? പാപ്പച്ചി ചോദിച്ചു. കുട്ടികൾ മറുപടി പറഞ്ഞു: ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഗാന്ധി ഒരു പാവത്താനായിരുന്നു എന്നാണ് നാം കുട്ടികളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഗാന്ധി ഒരു പാവത്താനായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധീരതകളൊന്നിൻ്റെ പേരായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. 1922 അഹമ്മദാബാദിലെ കോടതിയിൽ ഒരു വിചാരണ നടക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് കലാപങ്ങൾ ഉയർത്തിവിടുന്ന രീതിയിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെ ഒന്നിലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന കുറ്റത്തിന് ഗാന്ധിയെ അവിടെ വിചാരണയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വന്ന് അറ്റോർണി ജനറൽ ഗാന്ധിക്കെതിരായ കുറ്റപത്രം വായിച്ചു. അദ്ദേഹം പറഞ്ഞു: ഈ മനുഷ്യൻ അഹിംസ എന്നും നിസ്സഹകരണം എന്നുമൊക്കെയാണ് പറയുന്നതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ
തെരുവ് കത്തിക്കുകയാണ്. നാട്ടിലെങ്ങും കലാപങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നായിരുന്നു അറ്റോർണി ജനറലിൻ്റെ വാദം. ജഡ്ജി തിരിഞ്ഞ് ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗാന്ധി വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ അഹിംസയും നിസ്സഹകരണവുമൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പേരിൽ എൻ്റെ അനുയായികൾ മദിരാശിയിലും ബോംബെയിലും അടക്കമുള്ള തെരുവുകളിൽ നടത്തിയ എല്ലാ കലാപങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് എനിക്കറിയാം. ഞാനത് ഏറ്റെടുക്കുന്നു. ഞാൻ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ അത് എൻ്റെ രാജ്യത്തെ സാമാന്യ ജനങ്ങളോടുള്ള കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ എന്നെ പുറത്തു വിട്ടാൽ ഞാൻ ഇതേ കാര്യം തന്നെയായിരിക്കും ആവർത്തിക്കാൻ പോകുന്നത്. എന്നിട്ട് ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഗാന്ധി പ്രകാരം പറഞ്ഞു, താങ്കളുടെ മുമ്പിൽ ഇപ്പോൾ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, താങ്കൾ ഈ പ്രതിനിധാനം ചെയ്യുന്ന നീതിയുണ്ടല്ലോ, നിയമസംഹിതയുണ്ടല്ലോ, ഈ നിയമസംഹിത എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾക്ക് നീതി പകർന്നു കൊടുക്കാൻ ഉതകുന്നതാണ് എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ താങ്കളുടെ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ താങ്കൾക്ക് എനിക്ക് തരാം. അല്ലെങ്കിൽ താങ്കളുടെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, താങ്കളുടെ ജോലി രാജിവെക്കുക, എന്നോടൊപ്പം ചേരുക. ബ്രിട്ടീഷുകാരനായ ഒരു ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് താങ്കളുടെ ജോലി രാജിവെച്ച് എന്നോടൊപ്പം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ അണിചേരാൻ പറഞ്ഞ ധീരതയുടെ പേരായിരുന്നു ഗാന്ധി. പക്ഷേ ആ ജഡ്ജിയും മാന്യനായിരുന്നു. ആ ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് ഗ്രൂംഫീൽഡ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടിയും അതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇവിടെ വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നാളിതുവരെ എൻ്റെ മുമ്പിൽ വിചാരണക്കൂട്ടിൽ വന്നു നിന്നിട്ടുള്ള പ്രതികളിൽ നിന്നും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പ്രതികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് താങ്കളെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും വിലയിരുത്തൽ എൻ്റെ കടമയല്ല. താങ്കളുടെ കുറ്റം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇതിന് കിട്ടാവുന്ന ശിക്ഷ, ഇതുപോലെ ഒരു കേസിൽ ബാലഗംഗാധര തിലകന് കൊടുത്ത അതേ ശിക്ഷ, 6 വർഷത്തെ തടവ് ശിക്ഷ ഞാൻ താങ്കൾക്ക് വിധിക്കുന്നു. ഒരു വാചകം കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു. ആ വാചകം ഇങ്ങനെയായിരുന്നു, നാളെ ഇന്ത്യയിലെ ഭരണ സംവിധാനം മാറുകയും ആ മാറുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി താങ്കളെ ഈ ശിക്ഷയിൽ നിന്ന് നിരുപാധികം വിട്ടയക്കുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ ഈ ലോകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാനായിരിക്കും എന്നുകൂടി ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രിട്ടീഷുകാരനായ ഒരു ജഡ്ജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ജോലി രാജിവെക്കണം എന്ന് പറയാൻ കാണിച്ച ധീരതയുടെ പേരായിരുന്നു ഗാന്ധി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാക്കിയത് ഇന്ത്യക്കാരായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ഇന്ത്യക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമിതിയിൽ പങ്കെടുത്ത മിക്കവാറും ആളുകളെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആളുകളായിരുന്നു. അതിൻ്റെ പീഡനങ്ങൾ, ബ്രിട്ടീഷ് അടിമത്തത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു മാനുഷിക മുഖമുണ്ടായിരുന്നു. അത് ഒരു മൃതപ്രായമായ അല്ലെങ്കിൽ മരിച്ച ഒന്നല്ല എന്ന്, അത് ജീവനുള്ള ഒന്നാണ് എന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാക്കിയത് ഇന്ത്യക്കാരായിരുന്നില്ല. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മെക്കാളെ പ്രഭുവായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ നിയമങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് ഇപ്പോഴും തുടരുന്നത്. 1921 രാജ്യരക്ഷാ നിയമപ്രകാരം ഗാന്ധിയെ, രാജ്യരക്ഷാ നിയമം എന്ന് പറയുന്ന 104A എന്ന് പറയുന്ന വകുപ്പ്, രാജ്യരക്ഷാ നിയമപ്രകാരം ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായ സമയത്ത് ഗാന്ധി അന്ന് പറഞ്ഞൊരു വാചകം, ഈ വകുപ്പ് എന്ന് പറയുന്നത് നീതിയുടെ ബലാത്സംഗം ആണ് എന്നുള്ളതായിരുന്നു. ഗാന്ധി ഉപയോഗിച്ച 2 വാക്കുകളുണ്ടായിരുന്നു, നിയമമെന്നും 2 നീതി എന്നുമായിരുന്നു. ഗാന്ധി എന്നും നിലകൊണ്ടത് നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഇന്ത്യ സ്വതന്ത്രയാവുന്ന കാലത്ത് ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടാവുകയില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച, പ്രതീക്ഷ വെച്ച് പുലർത്തിയൊരു മനുഷ്യനായിരുന്നു ഗാന്ധി. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണകൂടം ചെയ്തത് അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം, അത്തരത്തിലുള്ള കരിനിയമങ്ങളെല്ലാം തുടർന്നു കൊണ്ടുപോവുകയും അത് തങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി സന്ദർഭത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഒരു ദിവസം മൗണ്ട് ബാറ്റൺ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഗാന്ധി 2
തദ്ദേശീയരായ മനുഷ്യർ തമ്മിലുള്ള ഒരു തർക്കം പറഞ്ഞ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൗണ്ട് ബാറ്റൺ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു. അവസാനം ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ ഗാന്ധി ചോദിച്ചു, കാത്തിരുന്ന് മുഷിഞ്ഞോ? മൗണ്ട് ബാറ്റണ് തൻ്റെ നീരസം അടക്കി വയ്ക്കാനായില്ല. മൗണ്ട് ബാറ്റൺ പറഞ്ഞു, അങ്ങ് ഓർക്കണമായിരുന്നു, ഞാൻ ഈ രാജ്യത്തെ ഗവർണർ ജനറലാണ്. ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഈ രാജ്യമുണ്ടല്ലോ, ഇത് അവരുടേതാണ്. ഈ രാജ്യമെന്ന് പറയുന്നത് ഇന്നാട്ടിലുള്ള നമ്മുടെ കാനേഷുമാരി കണക്കെടുപ്പിൽ പോലും പെടാത്ത, ഒരു പ്രാധാന്യവുമില്ലാത്തവരെന്ന് നാം കണക്കാക്കുന്ന കൃമികളെപ്പോലെ, കീടങ്ങളെപ്പോലെ, ധൂളികളെപ്പോലെയുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു ഗാന്ധിയുടേത്. അതുതന്നെയായിരുന്നു ഗാന്ധിക്ക് ജനാധിപത്യത്തെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്. ചെന്നൈ IITയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഒരു ബോർഡിൽ ഗാന്ധിയുടെ ഒരു വാചകം എഴുതി വച്ചിട്ടുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: നിങ്ങളൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ, നിങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും വഴിത്താരകളെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സാധാരണക്കാരനായ, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവന് നീതി കിട്ടാൻ ഉതകുന്നതാകണം, അവന് നന്മ കിട്ടാൻ ഉതകുന്നതാകണം ഈ പദ്ധതി എന്ന് തീരുമാനിക്കുക. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ, ഏറ്റവും അവശനായ, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു ഗാന്ധി. നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ ഇന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണെല്ലാമെന്നും നമ്മളൊന്നുമല്ല എന്നുമാണ്. സത്യത്തിൽ ഗാന്ധിയെ ഇക്കാര്യത്തിൽ സ്വാധീനിച്ച ഒരാൾ ഹെൻറി ഡേവിഡ് തോറയായിരുന്നു. ഹെൻറി ഡേവിഡ് തോറയുടെ വളരെ പ്രമുഖമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം എങ്ങനെയാണ്: ജനാധിപത്യത്തിൽ ആത്യന്തികമായ സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്, ഭരണകൂടത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല. നമ്മളെപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്ക് ഗ്രാസ് റൂട്ട് ഡെമോക്രസി എന്നുള്ളതാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ, അവരുടെ സ്വപ്നങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ സ്വരൂപം. നമ്മുടെ ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നതിൻ്റെ സങ്കല്പത്തിൻ്റെ അടിത്തറ അതായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയാസൂത്രണത്തിൻ്റെ അടിത്തറ ആ പറയുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന 2-3 ആളുകൾ തീരുമാനിക്കുകയും മറ്റാളുകൾ അതനുസരിക്കുകയും ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഗാന്ധി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ പ്രതീകമായിരുന്നു. ഗാന്ധിയെക്കുറിച്ചുള്ള പല ചർച്ചകളിലും ഗാന്ധിക്കെതിരായി വിമർശകർ ഉന്നയിക്കാറുള്ളത് ഗാന്ധി പല ഘട്ടങ്ങളിലും എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളിലെ വൈരുദ്ധ്യം, അല്ലെങ്കിൽ ആദ്യം എടുത്ത നിലപാടുകളുടെ അസാംഗത്യമാണ്. ഗാന്ധി തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് സ്വയം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തനിക്ക് വിശ്വാസം തോന്നുന്ന ഒരാശയത്തിൽ മുറുകെ പിടിക്കുന്ന, നാളെ ആ ആശയം തെറ്റാണെന്ന് വന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്ന ഒരാളാണ് താൻ എന്നുള്ളതാണ്. അത് പലതരത്തിലുണ്ട്. ഗാന്ധിയുടെ വ്യക്തിജീവിതത്തിൽ ആ മാറ്റം നമുക്ക് കാണാം. ഗാന്ധിയുടെ വ്യക്തിജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത് 20-ാം വയസ്സിൽ ഇംഗ്ലണ്ടിലെത്തിയ ഗാന്ധി അവിടെ കൃത്യമായ ബ്രിട്ടീഷ് രീതിയിൽ വേഷം ധരിച്ച, അതാണ് നാഗരികതയുടെ പ്രതീകമെന്ന് വിചാരിച്ചിരുന്ന, ബെൽ ബോട്ടം പാൻറ്റും ഇട്ടുകൊണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബുകളിൽ പോയി ഇംഗ്ലീഷ് വാദ്യോപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഡാൻസ് കളിച്ചിരുന്ന, സോപ്പ് ഉപയോഗിച്ച് 3 നേരം കുളിച്ചിരുന്ന, സോപ്പ് എന്ന് പറയുന്നത് നാഗരികതയുടെ പ്രതീകമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഗാന്ധി. അതിനെക്കുറിച്ച് പണ്ട് കാക്കിനാഥ കോൺഗ്രസ്സിൽ നടത്തിയൊരു പ്രസംഗത്തിൽ PC റേ പറഞ്ഞൊരു വാചകമുണ്ട്: ഒരു നാട്ടിൽ എത്രത്തോളം പരിഷ്കാരമായിരുന്നതിൻ്റെ അളവുകോല് അന്നാട്ടിലെ എത്ര ആളുകൾ സോപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണെന്ന്. തലമുടി ഇംഗ്ലീഷുകാരുടെ സ്റ്റൈലിൽ ചീകി വെക്കാൻ വേണ്ടിയിട്ട് ദിവസം 10 മിനിറ്റിലധികം സമയം ചെലവാക്കുന്ന, അതിനുശേഷം തൻ്റെ വീട്ടിലെ ഭാര്യയെയും മക്കളെയും എല്ലാം കത്തിയും മുള്ളും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി എന്ന്. പക്ഷെ പിന്നീട് ഗാന്ധിയുടെ മാറ്റം നാം കാണുന്നതാണ്. അതിനെക്കുറിച്ചാണ് പണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അർത്ഥനഗ്നനായ ഭ്രാന്തൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ആ രീതിയിലേക്ക് ഗാന്ധിയുടെ വ്യക്തിജീവിതം മൊത്തത്തിൽ മാറുന്നുണ്ട്. എല്ലാ പരിഷ്കാരങ്ങളും ത്യജിച്ച് ഒരൊറ്റ മുണ്ടുമായിട്ട് ഗാന്ധി നടക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരോട്ടുള്ള നിലപാടിലും ഗാന്ധിക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്, വർണ്ണവെറിക്കെതിരായിട്ട് സമരം നടക്കുന്ന കാലത്ത് പോലും നിർണായക ഘട്ടങ്ങളിൽ അവിടുത്തെ
ഭരണാധികാരികൾക്ക് അനുകൂലമായ നിലപാട് ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നപ്പോൾ പോലും 1920 വരെയുള്ള കാലത്ത് ഗാന്ധി ബ്രിട്ടീഷുകാർക്ക് കത്തുകൾ അയക്കുമായിരുന്നു. അന്നെല്ലാം ഗാന്ധി വിചാരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യക്ക് നീതി നടപ്പാക്കാൻ ഉതകുന്ന ഒന്നായിരിക്കുമെന്നും ചില തിരുത്തലുകൾ അവർ നടത്തിയാൽ മാത്രം മതി എന്നുള്ളതുമായിരുന്നു. 1920-21 കാലത്തെ അതിക്രൂരമായ ബ്രിട്ടീഷ് നരനായാട്ടിന് ശേഷമാണ് ഗാന്ധി കൃത്യമായി ഇവരുടെ ഭരണം ഇന്ത്യക്ക് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മതത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. മതമെന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് ധാർമ്മികതയായിരുന്നു. ഒരു കാലത്ത് മതമില്ലാത്ത രാഷ്ട്രീയം എന്നത് അധാർമികമാണ് എന്ന്, അതിന് നിലനിൽപ്പില്ല എന്ന് വിശ്വസിച്ചിരുന്ന, അത് പ്രചരിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. എന്നാൽ പിന്നീട് ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ അപകടങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ഒരു കാലത്ത് ഗാന്ധി തൻ്റെ നിലപാട് മാറ്റുന്നുണ്ട്. 1947-48 കാലത്ത് ഗാന്ധിയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഗാന്ധി പറയുന്നൊരു വാക്യം, ഒരേ ഒരു ദിവസം ഞാൻ ഇന്ത്യയിലെ ഭരണാധികാരിയായി മാറുകയാണെങ്കിൽ അത് അന്ന് ഈ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ എന്നേക്കുമായിട്ട് വിച്ഛേദിക്കുമെന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ആ അഭിപ്രായങ്ങളെ കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധി പല കാര്യങ്ങളും നാഗരികതയെ എതിർത്തിരുന്ന ഒരാളായിരുന്നു. നാഗരികത എന്ന് പറയുന്നത് ഒരു വലിയ ശാപമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. കാരണം നാഗരികത എന്ന് പറയുന്നത്, യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ ഇല്ലാതാക്കുന്ന, മാനവികത ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്നതായിരുന്നു ഗാന്ധിയുടെ ധാരണ എന്ന് പറയുന്നത്. അങ്ങനെ യന്ത്രവൽക്കരണത്തെ എതിർത്തിരുന്നു ഗാന്ധി എന്തിന് തപാലിനെ ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഗാന്ധി എതിർത്തിരുന്ന ഒരാളാണ്. പക്ഷേ അതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്ത് എഴുതിയിട്ടുള്ള ഒരാൾ ഗാന്ധിയായിരുന്നു എന്നുള്ളതാണ്. തീവണ്ടി ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. പക്ഷേ ഗാന്ധിയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ തീവണ്ടിയിലൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുകയും ഓരോ തീവണ്ടി ആപ്പീസിലും ചെന്നിറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയും അങ്ങനെ ഒരു യാത്ര മുഴുവൻ ഒരുപാട് പൊതുയോഗങ്ങളാക്കി മാറ്റുകയും ചെയ്തൊരു വ്യക്തി. അങ്ങനെ സ്വയം നവീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ ആദ്യകാല പ്രസ്താവനകളെ മുൻനിർത്തി ഗാന്ധി വിമർശകന്മാർ ഗാന്ധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഗാന്ധിയെ വായിക്കുമ്പോഴാണ് ഗാന്ധി ആ തെറ്റുകൾ ക്രമാനുഗതമായി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം കാണിച്ചൊരു വ്യക്തിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. ഗാന്ധിയുടെ സ്വാധീനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പൗരസ്ത്യവും പാശ്ചാത്യവുമായ ഒരുപാട് കാര്യങ്ങൾ, വിവിധ മതങ്ങൾ, വിവിധ ദർശനങ്ങൾ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധിയെ ജൈനമതം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഗാന്ധിയുടെ വീട്ടിൽ ആദ്യകാലത്തെല്ലാം ജൈന ഗ്രന്ഥങ്ങൾ നിരന്തരമായിട്ട് അവർ പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി ജൈനമതത്തിലെ പ്രധാനപ്പെട്ട ആദർശങ്ങളെല്ലാം തൻ്റെ ആദർശങ്ങളായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയവയെല്ലാം. ഗാന്ധിയെ ബുദ്ധൻ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. ആ ബുദ്ധനെ നോക്കൂ, ആട്ടിൻകുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന ആ ബുദ്ധൻ്റെ രൂപം കണ്ടാൽ ആരുടെ മനസ്സാണ് കരുണാർദ്രമാകാത്തത്? ഗാന്ധിയെ ഭഗവത്ഗീത വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഗാന്ധിക്ക് കുട്ടിക്കാലത്ത് സംസ്കൃതത്തിൽ പഠനം നടത്താനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഗാന്ധിയെ താൻ വായിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് തുളസീദാസൻ്റെ രാമായണവും 2 ഭഗവത്ഗീതയുമാണെന്നാണ്. പക്ഷേ മറ്റു പലരും ഗീതയെ കാണുന്നത് പോലെ ആയിരുന്നില്ല ഗാന്ധി ഗീതയെ കാണുന്നത്. ഗാന്ധി ഗീതയെ കണ്ടത് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ടായിരുന്നു. ഗാന്ധി ഗീതയെ കണ്ടത് ഇന്നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യന്, അവന് ഭരണകൂടത്തോട് പോരാടുവാനുള്ള ആത്മധൈര്യം, ഊർജം കിട്ടണം, അങ്ങനെ ഊർജം പ്രദാനം ചെയ്തു കൊടുക്കുന്നൊരു പുസ്തകം എന്നുള്ള നിലയ്ക്കായിരുന്നു. ഗാന്ധി ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അനാസക്തി യോഗം എന്നുള്ള പേരിൽ. ഒരുപക്ഷെ ഗീതയ്ക്ക് എഴുതപ്പെട്ട ഏറ്റവും മികച്ച വ്യാഖ്യാനങ്ങളിലൊന്നതായിരുന്നു. ഗാന്ധി ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതാൻ തീരുമാനിക്കുന്നത് ഒരു ദിവസം പെട്ടെന്നുണ്ടായൊരു സംഭവത്തിൻ്റെ പുറത്തല്ല. ഗാന്ധി ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതാൻ തീരുമാനിക്കുന്നത് 1905 ബംഗാൾ കലാപത്തിന് ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായിട്ട് ഗീതാരഹസ്യം എന്ന പേരിൽ ബാലഗംഗാധര തിലകൻ ഒരു പുസ്തകം എഴുതിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു.
അന്നേ വരെ ഗീതയ്ക്ക് നിലവിലുണ്ടായിരുന്ന എല്ലാ വ്യാഖ്യാനങ്ങളെയും, ഗീതയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും ഗംഗാധര തിലകൻ പൊളിച്ചെഴുതിയിരുന്നു. അന്നേ വരെ ഗീതയെക്കുറിച്ചുണ്ടായിരുന്ന ശങ്കരനും രാമാനുജനും തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകൾ, ഗീതയുടെ വ്യാഖ്യാനങ്ങൾ എഴുതിയ ആളുകൾ എല്ലാവരും പറഞ്ഞു വെച്ചത് ഗീത ജ്ഞാനയോഗമാണ് എന്നുള്ളതാണ്. എന്നാൽ ആ ജ്ഞാനയോഗത്തിന് ഒരു പ്രസക്തിയുമില്ലെന്നും ഗീത എന്ന് പറയുന്നത് കർമ്മയോഗത്തിൽ അധിഷ്ഠിതമാണ് എന്നും കർമ്മം എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്നും അത് രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്നും അത് ഹിംസയിൽ അധിഷ്ഠിതമാണ് എന്നുമുള്ള ഒരു പുതിയ സിദ്ധാന്തമായിരുന്നു ഗംഗാധര തിലകൻ മുന്നോട്ട് വച്ചത്. കാരണം ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളെ കണ്ട് ഇവരോട് യുദ്ധം ചെയ്യുക, എങ്ങനെയാണ് ഇവരെ കൊല്ലുക എന്ന് പറഞ്ഞ് വിഷണ്ണനായിരിക്കുന്ന ഒരു അർജുനൻ, ഗാണ്ഡീവം ശ്രംസദേഹസ്ഥാൽ ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമി ഉപസ്ഥാതും ഭ്രമതീവ ചമേമന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അർജുനൻ, സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ എന്ന് കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു അർജുനൻ. ആ അർജുനനോട് കൃഷ്ണൻ പറയുന്ന മറുപടി അശോച്യാൻ അന്വശോചം സ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിത എന്നാണ്. എന്നുവെച്ചാൽ ഒരു യുദ്ധത്തിൽ എത്ര പേര് മരിച്ചു എന്നും എത്ര പേര് മരിച്ചില്ല എന്നും ആരും ആലോചിക്കാറില്ല എന്നും. അങ്ങനെ ആ ഹിംസയിൽ അധിഷ്ഠിതമായ, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ അധിഷ്ഠിതമായ, കർമ്മകാണ്ഡത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ് ഭഗവത്ഗീത എന്നതായിരുന്നു ബാലഗംഗാധര തിലകൻ്റെ സിദ്ധാന്തം. അതിനെതിരായിട്ട് കൂടിയാണ് ഗാന്ധി ഗീതയുടെ വ്യാഖ്യാനം എഴുതിയത്. ഗാന്ധി ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഗാന്ധി ഗീതയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തു എന്നതും ഗീതയെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഗാന്ധിയുടെ ഗീതാവ്യാഖ്യാനം വായിച്ചു നോക്കിയാൽ നമുക്ക് ആ സംശയം മാറും. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഗീതയിലൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഒരു വാചകം ഇങ്ങനെയാണ്: വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേച പണ്ഡിതാ സമദർശിന. മലയാളം എങ്ങനെയാണ്? വിദ്യാവിനയസമ്പന്നനായിട്ടുള്ള ബ്രാഹ്മണൻ, പശു, പട്ടി, ആന, പട്ടിയെ തിന്നുന്നവൻ എന്ന് വെച്ചാൽ ചണ്ടാളൻ, ഇവരെല്ലാവരെയും ഒരുപോലെ കണക്കാക്കണം എന്നുള്ളതാണ്. നമുക്കത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ദഹിക്കായ തോന്നും. ഗാന്ധി അതിൻ്റെ വ്യാഖ്യാനത്തിൽ മനോഹരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഗാന്ധി പറയുന്നത്, ഇത് നിങ്ങളൊരു പ്രത്യേക കോൺടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആലോചിക്കണം. അപ്പോൾ നിങ്ങളൊരു വിഷവൈദ്യനാണെന്ന് വിചാരിക്കുക. ഒരു വിഷവൈദ്യൻ്റെ അടുത്തേക്ക് വിഷദംശമേറ്റ ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ അന്നത്തെ രീതി എന്ന് പറയുന്നത് അവിടെ കടിവായിലൊരു മുറിവുണ്ടാക്കി രക്തം ഉറിഞ്ചിയെടുത്ത് തുപ്പിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കൽ പോലും അത് ബ്രാഹ്മണനാണോ ചണ്ടാളനാണോ എന്ന് നോക്കരുത്, അത് ഏത് മൃഗമാണെന്ന് നോക്കരുത് എന്നുള്ളതാണ്. 3-ാമത്തെ അധ്യായത്തിൽ യജ്ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, യജ്ഞങ്ങളെക്കുറിച്ച് ഗീത പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്: കാലേ വർഷതു പർജന്യം പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യം യജ്ഞകർമ്മസമുദ്ഭവ. എന്ന് വെച്ചാൽ യജ്ഞം കൊണ്ടാണ് മഴയുണ്ടാവുന്നത് എന്നാണ് അതിൻ്റെ ലളിതമായ വ്യാഖ്യാനം. ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്നത് ഇത് കൃഷിയെക്കുറിച്ച് പറയുന്നതാണെന്നാണ്. നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരുപാട് മരങ്ങൾ നട്ടു വളർത്തിയെന്ന് വിചാരിക്കുക, അത് ചെയ്യുന്നത് എന്താ? അത് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ ചെയ്യുന്നതൊരു യജ്ഞമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മഴ പെയ്യും. ആ മഴയിൽ നിന്നാണ് വിളവുണ്ടാകുന്നത്, അന്നമുണ്ടാകുന്നത്. ഇങ്ങനെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഗീതയെ വ്യാഖ്യാനിച്ച ഒരാളായിരുന്നു ഗാന്ധി. ഗാന്ധിക്ക് മതത്തെക്കുറിച്ചുള്ള സങ്കല്പവും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഗാന്ധി ഒരിക്കലും ഹിന്ദുമതത്തെ അമിതമായി പ്രോത്സാഹിപ്പിച്ച ഒരാളല്ല. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധി പറയുന്ന വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്: ഹിന്ദുമതത്തിലുള്ള വേദങ്ങൾ അപ്രാമാണികങ്ങളാണ് എന്ന ഒരു ധാരണയും എനിക്കില്ല. മറ്റെല്ലാ മതങ്ങളിലും അതുപോലെ പ്രാമാണികതയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ എൻ്റെ മതത്തെ കാണുന്നത് എൻ്റെ ഭാര്യയെ കാണുന്നത് പോലെയാണ്. എൻ്റെ ഭാര്യ ഏറ്റവും മികച്ചവളാണ് എന്നും മറ്റുള്ള എല്ലാ സ്ത്രീകളും മോശക്കാരാണ് എന്നും പറയുന്നത് പോലെയാണ് ഞാൻ എൻ്റെ മതം മെച്ചമാണ് എന്നും മറ്റുള്ള മതങ്ങൾ മോശമാണ് എന്നും പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് കുറവുകൾ ഉണ്ടാകാം, ആ കുറവുകൾ ഞാൻ കാണാതെ പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെ കാണണം എന്നൊരു കാഴ്ചപ്പാട് താൻ ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ പോലും ഗാന്ധി മുന്നോട്ട് വച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഗാന്ധിക്ക് മതം എന്ന് പറയുന്നത് ധാർമ്മികതയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഗാന്ധി ഈ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ട്.
ഗാന്ധി മാറ്റം വരുന്ന നിലപാടെന്ന് പറയുന്നത്, ഗാന്ധി പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ആളുകളും മതവിശ്വാസികളാണെങ്കിലും, ഒരേ മതത്തിൽ ഉള്ള ആളുകളാണെങ്കിൽ പോലും ആ രാഷ്ട്രത്തിന് മതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം ഹിന്ദുസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നു അത്രത്തോളം തന്നെ ഞാൻ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയാനുള്ള ധീരതയായിരുന്നു ഗാന്ധി കാണിച്ചത്. സത്യത്തിൽ മതത്തെക്കുറിച്ചുണ്ടായിരുന്ന ഈ കാഴ്ചപ്പാടുകൾ, മതനവീകരണത്തിന് വേണ്ടി താനെടുത്ത ഈ ശ്രമങ്ങൾ, അതൊക്കെയായിരുന്നു അന്ന് ഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നാം മനസ്സിലാക്കി പോകേണ്ടത് ഒരാവശ്യമാണ്. അതുപോലെ തന്നെയായിരുന്നു ഗാന്ധിക്ക് രാമൻ എന്ന് പറയുന്നത്. ഗാന്ധിയുടെ രാമൻ എന്ന് പറയുന്നത് ആരാ? ഗാന്ധി പറയുന്നത് എൻ്റെ മനസ്സിലുള്ള സത്യാന്വേഷണത്തിൻ്റെ മുഖമാണ് രാമൻ എന്നുള്ളതാണ്. ഗാന്ധി രാമനെക്കുറിച്ച് പറയുന്ന 2-3 വാചകങ്ങളുണ്ട്. ഒരു വളരെ പ്രസിദ്ധമായൊരു വാചകം എങ്ങനെയാണ്: എനിക്ക് അച്ഛനും അമ്മയും സഹോദരനും ഇല്ലാത്ത അനാഥനും രാമനും ഒരേ ആളാണ്. ഞാൻ തോട്ടിയിലും ബ്രാഹ്മണനിലും ഒരേ രാമനെയാണ് കാണുന്നത്. എനിക്ക് രാമനെന്നും അള്ളാഹു എന്നും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ കഴിയുന്ന പദങ്ങളാണ്. ഇങ്ങനെ ഭാരതീയമായ ഒരുപാട് ദർശനങ്ങൾ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് സോക്രട്ടീസ് ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു, റസ്കിൻ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു, തോറോ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൗരസ്ത്യവും പാശ്ചാത്യവുമായ ഒരുപാട് സ്വാധീനങ്ങളുടെ ഒരു സമ്മിളിത രൂപമായിരുന്നു ഗാന്ധി. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ ദർശനം എന്ന് പറയുന്നത് കേമമാണോ എന്നോ, പാശ്ചാത്യ ദർശനം എന്ന് പറയുന്നത് മോശമാണോ എന്നോ ഉള്ള ആത്യന്തികമായ ഒരു തിരിച്ചറിവിലല്ല ഗാന്ധി എത്തിയിരുന്നത്. ഈ സ്വാധീനങ്ങളുടെ എല്ലാം ഒരു സമ്മിളിത രൂപമായിട്ട്, ഒരുപക്ഷെ ബഹസ്വരത എന്ന് പറയുന്ന വാക്കിന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് വേണം നാം ഗാന്ധിയെ കാണാനായിട്ട്. ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഗാന്ധി മുന്നോട്ട് വച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഹിന്ദുമതത്തിലെ അയിത്തം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഗാന്ധി വർണ്ണാശ്രമങ്ങളെ അംഗീകരിച്ചിരുന്ന മനുഷ്യനാണ്. ഗാന്ധി വർണ്ണാശ്രമങ്ങളെ അംഗീകരിക്കുമ്പോൾ ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ചെയ്ത തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ 4 തരമായി മനുഷ്യരെ വിഭജിക്കുന്നു. അങ്ങനെ ഒരു വിഭജനത്തിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ഗാന്ധിയുടെ ഒരു കാലത്തെ വാദം എന്ന് പറയുന്നത്. ഗാന്ധി പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഈ പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം ഗാന്ധി ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ നടത്തുന്നുണ്ട്. അന്ന് 1924-25 കാലത്ത് വർക്കലയിലെ ശിവഗിരിയിൽ വന്ന് ഗാന്ധിയും നാരായണ ഗുരുവും കൂടിയിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ഗാന്ധി നാരായണ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, മോക്ഷത്തിന് ഈ നമ്മുടെ ഹിന്ദുമതം പര്യാപ്തമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ നാരായണ ഗുരു പറയുന്ന മറുപടി, എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്നാണ്. ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നു. അവസാനം ചാതുർവർണ്ണയത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ദൈവസൃഷ്ടമാണ് എന്ന് തന്നെയായിരുന്നു ഗാന്ധിയുടെ അന്നത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഗാന്ധി പറയുന്നത്, ഈ അവർ മാവിൻ്റെ ചോട്ടിരിക്കുകയാണ്, ഈ മാവിലെ ഇലകൾ നോക്കൂ, എല്ലാം ഒരേ മാവിൽ നിന്നുണ്ടായതാണ് എങ്കിലും ഒരില മറ്റൊരിലയിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിൻ്റെ വലിപ്പത്തിൽ, അതിൻ്റെ ആകൃതിയിൽ. അതുപോലെയാണ് മനുഷ്യരിലെ വ്യത്യാസം എന്ന് ഗാന്ധി പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്ന മറുപടി, താങ്കൾ അതിലെ ഇലകളെടുത്തൊന്ന് ചവച്ചു നോക്കൂ, എല്ലാ ഇലയ്ക്കും ഒരേ സ്വാദായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിവിധ മതങ്ങളെ ഒരുപോലെ, അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങളെ ഒരുപോലെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരുന്ന ഒരാളായിരുന്നു. എന്നാൽ പോലും ആ സമയത്തും ഈ പഞ്ചമന്മാരെന്ന് പറയുന്ന അയിത്തജാതിക്കാരെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അയിത്തം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഹിന്ദുമതത്തിന് വിരുദ്ധമാണ് എന്ന്, അങ്ങനെ ഒന്നുണ്ടാകാൻ പാടില്ല എന്ന് ഒരു വാദഗതി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഗാന്ധിയായിരുന്നു. നോക്കൂ, 1914 ഗാന്ധി 45-ാമത്തെ വയസ്സിലാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ഉള്ളതൊരു വലിയ തമാശയാണ് കേട്ടോ. ഈ 45-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള കാലത്ത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ, ഒരു തൊഴിലാളിയെ, ഒരു കർഷകനെ ഒന്നും നേരിട്ട് കാണാത്ത, അല്ലെങ്കിൽ നേരിട്ട് അവരുമായി ഇടപഴകാത്ത ഒരു മനുഷ്യനാണ് ഗാന്ധി എന്ന് പങ്കജ് മിശ്ര എഴുതിയിട്ടുണ്ടായിരുന്നു. തുടർന്നുള്ള 33 വർഷം കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് ചേർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ചാലകശക്തിയായിട്ട് ഗാന്ധി മാറുന്നത്. ഈ 1914 ഗാന്ധി തിരിച്ചെത്തുന്ന സമയത്തെന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ അവിഭാജ്യമായ, അനിവാര്യമായ ഒരു ഘടകമാണ് അയിത്തം എന്ന്, അയിത്തം തെറ്റിക്കുന്നത് അത് നീതികേടാണ് എന്ന്, അത് സദാചാരവിരുദ്ധമാണ് എന്നൊക്കെ ധാരണയുണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്നാൽ 1948 ഗാന്ധി മരിക്കുമ്പോഴേക്കാകട്ടെ, ആ സമയമാകുമ്പോഴേക്ക് ഇന്ത്യൻ ജനതയുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറുന്നു.
ഇന്ത്യൻ ജനതയുടെ കാഴ്ചപ്പാട് തന്നെ മൊത്തത്തിൽ അയിത്തം എന്ന് പറയുന്ന ഒരു അനാചാരമാണ്, ഒരു ദുരാചാരമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നാം മാറുന്നുണ്ട്. അതിലേക്ക് ഗാന്ധി ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ്. ഗാന്ധിയുടെ തന്നെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, എനിക്ക് പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരു അയിത്തജാതിക്കാരനായിട്ട്, ഒരു അസ്പൃശ്യനായിട്ട് ജനിക്കാനാണ് തീരുമാനിക്കുക. കാരണം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങൾ, വേദനകൾ, അവൻ്റെ മുറിവുകൾ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുമല്ലോ എന്ന്. അതായിരുന്നു അയിത്തത്തെക്കുറിച്ച് ഗാന്ധിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഭരണഘടന പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അയിത്തത്തിനെതിരായിട്ടുള്ള നിയമം ആർട്ടിക്കിൾ 17 അവതരിപ്പിക്കുമ്പോൾ ആ പാർലമെൻറ്റിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുന്ന 10 മിനിറ്റോളം പാർലമെൻറ്റ് മന്ദിരം മൊത്തത്തിൽ പ്രക്ഷുബ്ധമാവുന്ന ഒരന്തരീക്ഷം ഇന്ത്യൻ ഭരണഘടനയിലുണ്ടായിരുന്നു. അതായിരുന്നു അയിത്തത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ എല്ലാം പേരിൽ ഒരുപാട് പഴി ഗാന്ധിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അയിത്ത ജാതിക്കാരുടെ 2 പ്രധാനപ്പെട്ട മഹാസമ്മേളനങ്ങളിൽ അതിൻ്റെ മുഖ്യ പ്രഭാഷകനായി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഗാന്ധിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗാന്ധിക്ക് മുസ്ലിങ്ങളോടുള്ള നിലപാടെന്ന് പറയുന്നത്. ഇന്ത്യൻ ഹിന്ദുവിന് മുസ്ലിമിന് അവിശ്വാസമാണെങ്കിൽ ഭരണം ജിന്നയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഗാന്ധി. ഇന്ത്യൻ ഹിന്ദുവിന് മുസ്ലിമിന് അവിശ്വാസമാണെങ്കിൽ ഭരണം ജിന്നയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാൾ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗാന്ധി ദില്ലിയിലെ അധികാര കേന്ദ്രങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നവഖലിയിൽ, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കലാപം നടക്കുന്ന സ്ഥലത്ത് ആ കലാപഭൂമിയിലൂടെ പ്രാർത്ഥനാഗീതവുമായി നടക്കുകയായിരുന്നു. 1948 തൻ്റെ മരണത്തിന് 18 ദിവസം മുമ്പ് ഗാന്ധി ഒരു നിരാഹാരം ആരംഭിക്കുന്നുണ്ട് ദില്ലിയിൽ. ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, ആ രാജ്യത്തിലെ ഭരണകൂടത്തിനെതിരായി ആ രാജ്യത്തിലെ തന്നെ രാഷ്ട്രപിതാവ് നിരാഹാരം കടന്ന ആദ്യത്തെ സംഭവം ലോകചരിത്രത്തിൽ ഇന്ത്യയിലായിരിക്കും. അത് ചെയ്തത് ഗാന്ധിയായിരുന്നു. ഗാന്ധി അന്ന് മുന്നോട്ട് വച്ചത് 2 ആവശ്യങ്ങളായിരുന്നു. ഗാന്ധി അന്ന് മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യ സ്വതന്ത്രയായ സമയത്ത് ഇന്ത്യയുടെ സഞ്ചിത നാണ്യനിധിയിൽ 475 കോടി രൂപയുണ്ടായിരുന്നു. അതിൽ 400 കോടി രൂപ ഇന്ത്യയുടേതാണെന്നും 75 കോടി രൂപ പാകിസ്ഥാൻ്റേതാണെന്നും തീരുമാനിച്ചു. അതിൽ 20 കോടി കൊടുത്തു, ബാക്കി 55 കോടി കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇത് കൊടുക്കണമെന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ഒന്നാമത്തെ ഡിമാൻഡ്. അപ്പുറത്ത് ഇന്ത്യക്കെതിരായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, കലാപങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, സത്യത്തിൽ ശത്രുരാജ്യത്തിൻ്റെ പക്ഷത്ത് നിർത്തേണ്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ പോലും അവരോട് നാം നീതി കാണിക്കണമെന്നതായിരുന്നു ഗാന്ധിയുടെ താല്പര്യം എന്ന് പറയുന്നത്. ഗാന്ധി അന്ന് ഉയർത്തിയ 2ാമത്തെ വാദഗതി എന്ന് പറയുന്നത്, ഈ കലാപങ്ങളുടെ ഭാഗമായിട്ട് ദില്ലിയിലെ ഹിന്ദുക്കളും സിഖുകാരും കൈയടക്കി വച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ, അവരുടെ വീടുകൾ, ഇതെല്ലാം അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു. ഈ നിരാഹാരം തുടങ്ങിയ ദിവസം വൈകുന്നേരം ഗാന്ധിയെ കാണാൻ അനുനയിപ്പിക്കാനായിട്ട് നെഹ്റുവും പട്ടേലും കൂടെ വരുന്നുണ്ട്. വളരെ പ്രക്ഷുബ്ധമായ ഭാഷയിൽ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഗാന്ധി അനുനയിപ്പിക്കാനെത്തിയ പട്ടേലിനോട് പ്രതികരിച്ചത്. എനിക്കറിയാമായിരുന്നൊരു സർദാർ ഉണ്ടായിരുന്നു, അത് താങ്കളല്ല എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഒരുപക്ഷെ ഗാന്ധിയുടെ വധത്തിലേക്ക് നയിച്ച ഒരു ഘടകം ഇതുകൂടിയായിരുന്നിരിക്കാം. അതിൻ്റെ ഒരു തമാശ കൂടിയുണ്ട്. ഈ നിരാഹാരം തുടങ്ങിയപ്പോൾ ഗാന്ധിയുടെ ധാരണ എന്ന് പറയുന്നത് നവഖലിയിലെ അനുഭവം, അമൃത്സറിലെ അനുഭവം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. നവഖലിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അവിടെ ഗാന്ധി എത്തിയൊരു പ്രാർത്ഥനായജ്ഞം തുടങ്ങിയ അന്ന് ഗാന്ധിയോട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി കരഞ്ഞ് തൊഴുതു നിന്ന ആളുകളെ ഗാന്ധിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഹിന്ദുക്കളും സിഖുകാരും തമ്മിൽ കലാപം നടക്കുന്ന അമൃത്സറിലേക്ക്, അവിടുത്തെ തീവണ്ടി ആപ്പീസിലേക്ക് ഒരു 3ാം ക്ലാസ് തീവണ്ടി മുറിയിൽ ഏകനായി എത്തി അവിടെ തൊട്ടടുത്തുള്ള മൈതാനിയിൽ ഒരു പ്രാർത്ഥനായജ്ഞം തുടങ്ങി അന്ന് വൈകുന്നേരത്തേക്ക് കലാപം അവസാനിപ്പിച്ചെത്തിയ മനുഷ്യരെ ഗാന്ധിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത്തരം ഒരു ആവർത്തനമായിരിക്കാം ഗാന്ധി എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. നിരാഹാരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ദില്ലിയുടെ തെരുവിലൂടെ ഒരു പ്രകടനം കടന്നു പോകുന്നു. ഗാന്ധി തൻ്റെ സെക്രട്ടറി ആയിരുന്ന പ്യാരേലാൽ നയ്യാറിനോട് ചോദിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്? ഒരു പ്രകടനമാണ്. ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത്? കുറേ ആളുകളുണ്ട്. എന്താണ് അവർ വിളിക്കുന്ന മുദ്രാവാക്യം? ഗാന്ധി മരിച്ചോട്ടെ എന്ന്.
ഗാന്ധി മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് പ്രകടനം നടന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിമിനോട് ഗാന്ധിയുടെ ഒരു കമ്പാഷൻ ഇതായിരുന്നു. ഗാന്ധി എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരോട് സമരം നടത്തുന്ന കാലത്ത് പോലും ബ്രിട്ടീഷുകാരുമായി പല കാര്യങ്ങളിലും അവരോട്, ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി സമരം നടത്തുന്ന കാലത്ത് ദക്ഷിണാഫ്രിക്കയുടെ ഗവൺമെൻറ് ക്രൈസിസ് അനുഭവിക്കുന്ന സമയത്ത്, ബോർ യുദ്ധത്തിൻ്റെ കാലത്ത്, അവിടുത്തെ പ്ലേഗ് ബാധയുടെ കാലത്ത് ആ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാടുകൾ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടക്കുന്ന കാലത്ത് പോലും ചില കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ എതിർക്കാതെ അവരോട് സന്ധി ചെയ്യുന്ന സമീപനങ്ങൾ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എതിരാളിയെ തോൽപ്പിക്കേണ്ടത് കലഹം കൊണ്ടല്ല അക്രമം കൊണ്ടല്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞത് ഗാന്ധിയുടെ ഭീരുത്വമല്ല കേട്ടോ. ഗാന്ധി തന്നെ ഒരിടത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭീരുവായി ജീവിക്കുന്നതിനേക്കാളും അക്രമിയാവുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ അക്രമം എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ അൾട്ടിമേറ്റായിട്ടുള്ള സൊല്യൂഷൻ അല്ല എന്നും, അല്ലാതെ തന്നെ അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്, അത് നമ്മുടെ സഹനത്തിലൂടെ അഹിംസയിലൂടെ കഴിയും എന്നുമായിരുന്നു ഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമിനോട് ഗാന്ധിയുടെ സമീപനം ഇതായിരുന്നു, അയിത്ത ജാതിക്കാരോട് ഗാന്ധിയുടെ സമീപനം ഇതായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗാന്ധി എന്തൊക്കെയാണോ മുന്നോട്ട് വച്ചത് ആ ആശയങ്ങൾക്കെതിരെ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കൈപ്പിടിയിലാണ് നമ്മളെല്ലാവരും. ഗാന്ധി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുന്നതിനെതിരായിട്ട് ഇവിടുത്തെ 80% വരുന്ന, ഗാന്ധിയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനില്ലാത്ത, വർഷത്തിൽ ഭൂരിഭാഗം സമയവും അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന കൃഷിക്കാരെ ചൂഷണം ചെയ്ത് ഇവിടെ നിന്നുള്ള സമ്പത്ത് മുഴുവൻ കടത്തിക്കൊണ്ടുപോകുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടായിരുന്നു ഗാന്ധിയുടെ സമരങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെയായിരുന്നു ചർക്കയിൽ നൂൽക്കുന്ന വിദേശ വസ്ത്ര ബഹിഷ്കരണം അടക്കമുള്ള സമരമാർഗങ്ങളിലേക്ക് ഗാന്ധി പോകുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധി പോകുന്നത്. ഗാന്ധി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ഞാൻ ചോക്ലേറ്റുകളിൽ മരണം കാണുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. കാരണം ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഈ വിദേശാധിപത്യത്തിൻ്റെ, കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഒരു പ്രതീകമാണെന്നാണ് ഗാന്ധി കണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനം വന്ന കർഷക ബില്ലടക്കം നമ്മുടെ നാട്ടിലെ കൃഷിക്കാരനെ കൊള്ളയടിക്കുന്ന, ഈ കൃഷിക്കാരൻ്റെ ഊർജ്ജവും അവൻ്റെ സമ്പത്തും അവൻ്റെ അധ്വാനവും മുഴുവൻ കോർപ്പറേറ്റുകൾക്ക്, വൻകിട കുത്തക മുതലാളിമാർക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഒരു ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന നിയമം, അതായത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരുമിച്ച് നിന്ന് അവർക്കെതിരായിട്ട് പോരാടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അവരെ രണ്ടായി വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന നിയമം, അത് ഓരോ ദിവസവും കൂടുതലായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നും മറ്റുള്ളവർ എല്ലാവരും ഇവിടെ വിട്ടുപോകേണ്ടവരാണ് എന്നും നമ്മുടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത്, അത്തരമൊരു കാലത്ത് ഗാന്ധിയെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. ഗാന്ധി മരിച്ച സമയത്ത് അതിനെക്കുറിച്ച് NV കൃഷ്ണവാര്യർ എഴുതിയൊരു കവിതയുണ്ട്. സത്യത്തിൽ ഈ കവിത സൂര്യൻ്റെ മരണം എന്നാണ് അതിൻ്റെ പേര്. ആ കവിത NV കൃഷ്ണവാര്യർ ഗാന്ധി മരിച്ചതിനെക്കുറിച്ച് തന്നെയാണ് എഴുതിയത് എന്ന് ആധികാരികമായിട്ട് പറഞ്ഞ KP ശങ്കരൻ മാഷാണ്. ആ കവിത ഇങ്ങനെയാണ്: ഞങ്ങളുടെ സൂര്യൻ ചക്രവാളത്തിൽ ചാഞ്ഞിറങ്ങുകയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ക്ഷമ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ സൂര്യനെ വെടിവെച്ച് താഴെയിട്ടു, കടൽ ചുവന്നു, നിമിഷത്തേക്ക് മാത്രം. പിന്നെ കടൽ കറുത്തു, ആകാശം കറുത്തു, കര കറുത്തു, കറുപ്പ് ഏറിയേറി വന്നു. അത് ഇപ്പോഴും ഏറിയേറി വരുന്നു. സൂര്യനിൽ മരിച്ചതെന്തായിരുന്നു? അത് ഞങ്ങളുടെ വെളിച്ചമായിരുന്നു, ഞങ്ങളുടെ മനുഷ്യത്വമായിരുന്നു. കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഒന്നു മാത്രമില്ല, ഞങ്ങളുടെ സൂര്യൻ മരിച്ചിരിക്കുന്നു. ഗാന്ധി ഇല്ലാതായപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭാഗികമായെങ്കിലും ഇല്ലാതായി തീർന്നത് നമ്മുടെ മനുഷ്യത്വമാണ്. മനുഷ്യത്വം മരിക്കുന്ന ഓരോ ഘട്ടത്തിലും ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അജണ്ടയായി മാറുന്ന ഓരോ ഘട്ടത്തിലും ഗാന്ധിയെ നാം ഓർത്തെടുക്കുന്നുണ്ട്. ഗാന്ധിയെ നാം ഓർത്തെടുക്കുന്നത് അതിജീവനത്തിനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ്. കാരണം ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന കാലത്ത്, റൗളത്ത് നിയമം നടപ്പിലാക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത്, ഏത് ഇന്ത്യക്കാരനെയും ഒരു വിചാരണയും കൂടാതെ
എത്ര കാലം വേണമെങ്കിലും മർദ്ദിക്കാനും തടങ്കലിൽ വെക്കാനും തൂക്കിക്കൊല്ലാനുമൊക്കെ ഭരണകൂടത്തിന് അവകാശമുണ്ട് എന്ന് ഭരണകൂടം ധരിച്ചു വച്ചിരുന്ന ഒരു കാലത്ത് ഇന്നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ, അടിമയായിരുന്ന മനുഷ്യനെ അവനിൽ ഊർജം പകർന്നു കൊടുത്തുകൊണ്ട് ലക്ഷോപലക്ഷം മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ വലിയ ഒരു പടക്കോട്ട തീർത്ത ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി എന്നത് ആ ഗാന്ധിയെ ഓർത്തെടുക്കുമ്പോൾ ഒരുപക്ഷെ നാളെ അത്തരമൊരവസ്ഥ ഫാസിസത്തിൻ്റെ, ഹിന്ദു ഫാസിസത്തിൻ്റെ അങ്ങേയറ്റത്തെ കടന്നുകയറ്റം ഉണ്ടാകാൻ ഇടയുള്ള ഒരു കാലത്ത് അത്തരമൊരവസ്ഥയിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഗാന്ധിയെക്കുറിച്ചുള്ള സ്മരണ മാറിത്തീരും എന്നത് മാത്രമാണ് നമുക്കിക്കാലത്ത് ഉള്ള ഒരു പ്രത്യാശ. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ഗാന്ധിയെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ദൗത്യമാണ്, ഒരു രാഷ്ട്രീയമായ കടമയാണ്.